السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. ഇന്ന് വളരെ സുപ്രധാനമായ ഒരു ദിവസത്തിൻ്റെ പ്രാരംഭ പ്രഭാതമാണ്. നമ്മൾ ആയത്തുൽ കുർസിയിലെ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, ഇതാണ് നമ്മുടെ ചർച്ച. അതിൽ അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു, ഇതാണ് 4 ദിവസം ചർച്ച ചെയ്തത്. നമുക്ക് ചർച്ചയിലേക്ക് കടക്കാനുള്ളത് അൽ ഹയ്യുൽ ഖയ്യൂം എന്ന 2 ഇസ്മകളെ കുറിച്ചാണ്. ഞാൻ ഈ പറയുന്നത് നിങ്ങൾ നന്നായി ഒന്ന് ശ്രദ്ധിച്ചാൽ ആ ഇസ്മിന്റെ ഗൗരവം മനസ്സിലാവും. സത്യത്തില് ലോകത്തിന്ന് കാണുന്ന എല്ലാ നന്മകളുടെയും കാരണം ഈ 2 ഇസ്മാണ്. അൽ ഹയ്യുൽ ഖയ്യൂം. ലോകത്തിന്ന് കാണുന്ന സകല നന്മകളുടെയും കാരണം ഈ 2 ഇസ്മാണ്. പുത്തന്തൊരു പള്ളിക്ക് കാരണം ഈ 2 ഇസ്മാണ്. ഞാനൊരു കാര്യം പറഞ്ഞാൽ അതിന്റെ ആധാരം ഞാൻ തന്നെ പറയും. നിങ്ങൾ തലച്ചോറ് തുറന്നിച്ചാലേ മനസ്സിലാവും എന്താണ് ഞാനിത് പറയാൻ കാരണം. ബദർ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ആയുധ യുദ്ധമല്ല, പ്രാർത്ഥന യുദ്ധമാണ്. ആയുധങ്ങളും ഏറ്റുട്ടിയാൽ വിജയിക്കൂല. കാരണം ഇവിടെ 60 പരിച 313 ആളുകൾ, 8-9 കുന്തം 313 ആളുകൾ, അവിടെ 1000-ഓളം ആളുകൾ, എണ്ണമില്ലാത്ത പരിചകൾ, വാളുകൾ. ഇതുമില്ല ഏറ്റുട്ടിയാൽ എങ്ങനെ ഇവിടെ ജയിക്കുക? ബദറിന്റെ വിജയം ആയുധം കൊണ്ടോ ഭൗതികമായ ഏതെങ്കിലും ഒരു ആധിപത്യം കൊണ്ടുള്ള വിജയമല്ല, അത് പ്രാർത്ഥനാ വിജയമാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയാണ്, നാളെ യുദ്ധം നടക്കുകയാണെങ്കിൽ തലേന്ന്. ആ സമയത്തുള്ള മാനസികാവസ്ഥ അവരുടേത് നിങ്ങൾ നിശോക്കാണ്. കാരണം യുദ്ധത്തിന് വന്നതല്ല, 40 ആളുകൾ തടയാൻ വന്നതാണ്. അപ്പൊ അങ്ങനെ തടയാൻ പറ്റുമെന്ന്, അതിപ്പോ ഭയങ്കര വിവാദമാണ്. ബദർ എന്ന് പറഞ്ഞാൽ കൊള്ളസംഘാണ്. തടയാൻ പറ്റുമെന്ന് ഞാൻ ഒരു ഉദാഹരണം പറയാം. എന്റെ പുര കയറിയിട്ട് കള്ളന് അവിടെ കുറെ പൈസയും അല്ല റൂമിൽ കയറിയിട്ട് ഒരു 10 പവൻ അവിടെ ഒന്നും ഉണ്ടായിട്ടല്ലോ ഞാൻ പറഞ്ഞ ഉണ്ട് നേരിടണ്ട, ഒരു 10-15 പവന്റെ സ്വർണം ഒരു 4-5 ലക്ഷം റുപ്യൊക്കെ വെച്ച് ഓടുകയാണ്. എന്നിട്ട് അവനെ വേറെ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് വിൽക്കുകയാണെങ്കിൽ എനിക്ക് തടയാൻ പറ്റുമല്ലേ? പറ്റുമോ? അതിനല്ലേ പൊടി നടന്ന് ഈ ഷാമ കൊണ്ടുപോയിട്ട് സിറിയെ കൊണ്ടുപോയിട്ട് വിറ്റ സാധനങ്ങളിൽ ഭൂരിഭാഗം ഈ പട്ടിണി പാവങ്ങൾക്ക് കട്ടതാണ് അവിടുന്ന്. കാരണം അവരിട്ടെറിഞ്ഞാണ്ട് ഓടിയതാണ്. കണ്ട് സുഹൈബ് റളിയല്ലാഹുവിന്റെ കയ്യിലുണ്ട്. കോടിക്കണക്കിന് ഉറുപ്പിക മക്കയിലിട്ടിട്ട് പാഞ്ഞതാണ്. മക്കയിലെ യൂസുഫ് അലി ആയിരുന്നു സുഹൈബ് തങ്ങൾ. പക്ഷെ മദീനയിലേക്ക് ഹിജറ പോകുന്ന സമയത്ത്, നടക്കുന്ന സമയത്ത് അവരത്തെ കാണുന്ന പേടിച്ചിട്ട് കീറത്തുണി എടുത്തിട്ട് കൈ ഒത്തി പിടിച്ചിട്ടാ ഓടിയത്. ബാക്കി പൈസ ഒക്കെ കോടികളുടെ ആസ്തിയുള്ള ആളാ. എവിടെ ഇട്ടത്? മക്കത്ത്. അതൊക്കെ എടുത്തിട്ടാണ് ഇപ്പൊ ഈ വിൽക്കാൻ പോയിക്കുന്നത്. എന്നിട്ട് ഈ വിറ്റ് വരുന്ന പൈസ കൊണ്ട് വരെ ഉദ്ദേശം എന്താ? മദീനയിൽ പോയിട്ട് ആ പാവങ്ങൾ ഇനിയും കൈകാര്യം ചെയ്യണോ? ഇവരെ തടഞ്ഞിട്ടില്ലെങ്കിൽ എന്തിനാണ് മദീന? അതുകൊണ്ടാണ് തടയാൻ പോയത്. നമുക്ക് അവകാശപ്പെട്ട സംഗതി എടുക്കാൻ വേണ്ടിയിട്ടാണ് തടയാൻ പോയത്. അതിന് യുദ്ധത്തിനല്ല പോയത്. അവരെ തടഞ്ഞിട്ട് നമുക്ക് അവകാശപ്പെട്ട അവരിന്ന് വാങ്ങാനാണ്. ഒരു യുദ്ധം ഇല്ലാതിരിക്കാൻ വേണ്ടി കാലേ കൂട്ടി പ്രതിരോധം മതിൽ പണിതതാണ്. അത് സ്വാഭാവികല്ലേ? ഏത് രാഷ്ട്രമാണ് ചെയ്യാത്തത്? ഞാൻ ഇപ്പൊ അങ്ങോട്ട് പോകുന്നില്ല. ചരിത്രങ്ങളെ പാർശ്വവൽക്കരിച്ച് വായിക്കുകയും വക്രീകരിക്കുകയും ചെയ്യുന്ന ആളുകൾ ഛർദ്ദിക്കുന്നത് കേട്ട് സംശയിക്കരുത് എന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെയാണ് ഇപ്പൊ യുക്തിവാദികളൊക്കെ പറയുന്നത്. ഞാൻ അവർക്ക് മറുപടി കൊടുക്കല്ല. ഒന്ന് വിശാല മനസ്കതയോടെ സത്യം മനസ്സിലാക്കണമെന്ന് കരുതിയിട്ട് നെഞ്ചൊഴിഞ്ഞ് ചിന്തിച്ചാൽ ഈ സത്യങ്ങളൊക്കെ മനസ്സിലാവും. അല്ലെങ്കിലോ പഴച്ചു പോകും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഇനി ഞാൻ ഈ ഹയ്യും ഖയ്യൂമിലേക്ക് വരാം. ഞാൻ എന്തായി പറയാൻ കാരണം, ലോകത്ത് 1500 കൊല്ലമായി എന്തെല്ലാം നന്മകളുണ്ടോ അതിനൊക്കെ കാരണം ഈ 2 ഇസ്മകളാണ്. അത് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാല്, നാളെ യുദ്ധം നടക്കുകയാണെങ്കിൽ ഇന്ന് രാത്രി, ആ രാത്രിയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും കഷ്ടപ്പാടല്ലേ? ആരോടും ഉണ്ടണ്ട. കുറെ ആളുകൾക്ക് ജനാപത്തുണ്ടായിക്കണം. കാരണം ടെൻഷനും ക്ഷീണവും. ഇനി കിടന്നുറങ്ങിയാൽ സ്വാഭാവികമായിട്ടും
സ്വപ്നസ്ഖലനം ഉണ്ടാവും. ഒരുപാട് യാത്ര ചെയ്ത് ക്ഷീണിച്ച് കിടന്നാലും സ്ഖലനം ഉണ്ടാവും. അപ്പൊ കുറെ ആളുകൾക്ക് സ്ഖലനം ഉണ്ടായി. ഒരു തുള്ളി വെള്ളമിട്ട് കുളിക്കാനില്ല, ഒന്നും എടുക്കാനില്ല. അവിടെ ആണെങ്കിലോ ഭയങ്കര വെള്ളവും സാധനങ്ങളും സൗകര്യങ്ങളും. നോക്കാൻ നിങ്ങളൊരവസ്ഥ. നമ്മളായിട്ടാണ് അപ്പ രാജിച്ചു പോലെ. ഇയാളൊപ്പം കൂടിയിട്ട് വെള്ളവും ഇല്ല, കുടിക്കാനും കുളിക്കാനും ഇല്ല. നമ്മളൊക്കെ ആകെ ക്ഷീണിച്ച് ചെയ്തിരിക്കണം. എവിടക്കപ്പോ ഇയാളെ നമ്മളെ കൊണ്ടുപോകണമെന്ന് നമ്മൾ ഉള്ളിൽ പറയില്ലേന്ന്. മാത്രല്ല ഇബ്ലീസ് അവിടെ ഇറങ്ങി വസ്വാസാക്കാൻ. സഹാബാക്കളിൽ ചില ആൾക്കാരെ വസ്വാസാക്കി. എന്താ ചങ്ങന്മാരെങ്ങൾ ഇയാളൊപ്പം കുടിക്കണം? ആ അബൂജഹലിനൊപ്പം കൂടിയ ആൾക്കാരെ നോക്കാൻ നിങ്ങൾ 10 ഒട്ടകത്തിനാണ് ശവായാക്കിയിട്ട് ചാമ്പിണ്. അതിന് പുറമെ യഥേഷ്ടം കുളിക്കാൻ വെള്ളം, കുടിക്കാൻ വെള്ളം, വെള്ളം കൊണ്ട് അവരെ കൊണ്ടുകൊണ്ട് കളിക്കാണ്. അതിന് പുറത്ത് കള്ള്. നിങ്ങൾ ഇങ്ങനെ ഈ ചാവാലികളായിട്ട് പേക്കോലങ്ങളായിട്ട് വാളുമില്ല, ആയുധമില്ല, വെള്ളമില്ല. എന്താ അള്ളാനിപ്പോ നിങ്ങൾ ഈ കണ്ടിരിക്കണെന്ന് വെച്ച്. നമ്മളാണെങ്കിൽ ശരി തന്നെ കേട്ടോ, അല്ല ശരി തന്നെ അല്ലേ. അതാണ് അന്ന് നമ്മളതിലില്ലാന്ന്. ചില ആൾക്കാരേക്കും നമ്മൾ അന്ന് ഉണ്ടായില്ല. ഉണ്ടായി നോക്കണം, അപ്പോഴേ അറിയുള്ളൂ. നിങ്ങൾക്ക് പാട്ട് പാടിയിരിക്കാം, അന്ന് ഉണ്ടായി നോക്കണം, അപ്പോഴേ അറിയുള്ളൂ. നമ്മളെ ഇപ്പോഴത്തെ മനസ്സരിച്ചിട്ട് നമ്മൾ പിരിഞ്ഞു പോലേ. പക്ഷെ ഇതൊക്കെ ആയിട്ടും പിടിച്ച് ക്ഷമിച്ചു നിന്നു അസ്ഹാബ് മുഹമ്മദ്. പക്ഷെ എന്താ ചെയ്യുന്നത്? കുളിക്കണ്ടേ? ജനാബത്തല്ലേ, കുളിക്കണ്ടേ? നല്ല നിസ്കരിക്കാൻ പറ്റുള്ളൂ. ഉള്ളൂരിക്ക് ഇങ്ങനെ നിൽക്കുമ്പോ നല്ല മഴ അങ്ങട്ട് ചെയ്തു. അതാണ് വിശ്വാസത്തിന്റെ എന്റെ വിജയാണ് എന്ന് പറയാൻ. കുറച്ചൊക്കെ പ്രയാസവും പ്രശ്നങ്ങളുണ്ട്. അപ്പോഴേക്ക് പള്ളിയിൽ നിന്ന് ഒഴിവായി പോരുത്. ചിലർക്ക് ഇപ്പൊ മനസ്സിലാക്കി അങ്ങനെ പള്ളിയിൽ എന്താണ് 4 സുജൂദാണ്ട് ഇതൊക്കെ റെഡിയായി. അത് ഖുർആൻ പറയുന്നുണ്ട്. അങ്ങനത്തെ ആൾക്കാരെ വിശ്വസിക്കാൻ പറ്റൂല എന്നാണ്. അള്ളാഹ് നിഅമത്തും ഖൈറും സുരക്ഷിതത്വം ഹിഫ്ളൊക്കെ കൊടുക്കുമ്പോൾ സുജൂദുണ്ട്, നിസ്കാരമുണ്ട്, പള്ളിയുണ്ട്, തറാവിയുണ്ട്. എന്തെങ്കിലും പരീക്ഷണങ്ങൾ വരുമ്പോൾ ഒക്കെ രാജിച്ചു പോവാം. അങ്ങനത്തെ നമ്പാൻ പറ്റൂല എന്നാണ് ഖുർആൻ 2 തന്നെ പറയുന്നുണ്ട്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പിടിച്ചു നിന്നു. നല്ല മഴ അങ്ങോട്ട് വരും. ആ രാത്രിയിലെ ക്ഷീണിച്ച് എല്ലാരും ഉറങ്ങുകയാണ്. അപ്പൊ അലിയാരിങ്ങനെ ഒരു കരച്ചിൽ കേൾക്കുന്നുണ്ട്. പോയോക്കുമ്പോ സുജൂദ് കിടന്നിട്ട് കരയാണ് മുഹമ്മദ് മുസ്തഫ. ഉറക്കം വരുവോ? ഉറക്കം വരുവോ? അലിയാര് പറയുകയാണ്, ഞാൻ കേട്ടപ്പോൾ റസൂലുള്ളാഹിന്റെ വായിൽ നിന്ന് 2 ഇസ്മുകൾ മാത്രമേ ദിക്റായി വരുന്നുള്ളൂ. യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം. റബ്ബിന്റെ 2 ഇസ്മുകൾ വിളിച്ചുകൊണ്ട് പൊട്ടി പൊട്ടി തേങ്ങി തേങ്ങി കരയുകയാണ് നബിയുനാ റസൂലുള്ളാഹി. മാത്രല്ല യുദ്ധത്തിനിടയിലും അലിയാരിത് പറയുന്നു. യുദ്ധം കൊടുമ്പിരി കൊണ്ടപ്പോ ഇവരുടെയൊക്കെ ശ്രദ്ധ റസൂലുള്ളാഹിനെയാണ്. കാരണം അബൂജഹലും പാർട്ടിക്കും ഈ 313 ആളുകളെ കൊന്നിട്ട് എന്ത് കിട്ടാനുള്ള? ഇവരുടെയൊക്കെ കേന്ദ്ര ബിന്ദു മുഹമ്മദുർ റസൂലുള്ളാഹി. അവിടുന്ന് 100 ആള് കൊല്ലാൻ വന്നപ്പോഴാണ് മക്കത്ത് രക്ഷപ്പെട്ടിട്ട് മദീനത്ത് എത്തിയത്. ഇനി ഇവര് ബദർ കൊണ്ട് ലാക്കാക്കിയത് ഈ ആളെ തലയാണ്. അത് എങ്ങനെങ്കിലും എടുക്കാനാണ് അബൂജഹല് തീരുമാനിച്ചപ്പോ അമേരിക്ക ഇറാന്റെ തലവന്റെ തലെടുത്ത പോലെ ഇവരൊക്കെ ലക്ഷ്യം മുഹമ്മദ് മുസ്തഫാന്റെ തലയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഈ ബദറിൽ എങ്ങനെങ്കിലും കൊളത്തി കിട്ടണം. അതിനാണ് ഇവരുടെ എല്ലാ യന്ത്രമന്ത്ര തന്ത്രങ്ങളും ഉള്ളത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യത്തിൽ സഹാബാക്കൾക്ക് വലിയ വേജാറുണ്ട്. മാത്രല്ല സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മുത്തനബിയെ നിങ്ങൾ യുദ്ധക്കാലത്തേക്ക് ഇറങ്ങണ്ട കേട്ടോ. എന്താണ് അല്ലേ ആ മനസ്സൊന്ന് മനസ്സിൽ ചിന്തിച്ചോക്കാം. നിങ്ങൾ യുദ്ധക്കാലത്തേക്ക് ഇറങ്ങരുത് കേട്ടോ. കാരണം 313 അവിടെ 1000-ലേറെ. എന്നിട്ട് അവര് പറഞ്ഞൊരു വർത്താനുണ്ട്, മുത്തനബി നമ്മളെ ഇറങ്ങുമ്പോ യുദ്ധാന്ന് കരുതിയിട്ടില്ലല്ലോ. അബൂജഹലും പാർട്ടിനെ നേരിടാനാണ് നമ്മൾ ഇറങ്ങിയെങ്കിൽ മദീനത്ത് ഒരാള് ബാക്കി ഉണ്ടാവില്ല. കാരണം നിങ്ങളെ കൂടെ എല്ലാരും ഉണ്ടാവൂലേ. എന്നിട്ട് അവര് പറയാ, ഞങ്ങളെക്കാളും നെഞ്ച് തന്ന് നിങ്ങളെ സ്നേഹിക്കാൻ മദീനത്ത് പൊരയിലിരിക്കുന്ന ആളുകളുണ്ട്. നിങ്ങളെങ്ങാനും ഇതില് കൊല ചെയ്യപ്പെട്ടാൽ പിന്നെ ഈ ദുനിയാവിന് എന്തർത്ഥമാണ് മുത്തനബിയെ? അതുകൊണ്ട് നിങ്ങൾക്ക് ഞങ്ങളൊരു ടെന്റ് കിട്ടിത്തരാം, അതിൽ ഇരിക്കണമെന്ന് കരഞ്ഞു പറഞ്ഞു അസ്ഹാബ് മുഹമ്മദ്. പക്ഷെ ആ ടെന്റിനാല് കാവലിക്കും.
ടെന്റിൽ നിന്നാ പോരല്ലോ, അവിടെ കാവലിക്കണ്ടേ. കാരണം ആ ടെന്റില് ഇവരിങ്ങനെ നോക്കുമല്ലോ അല്ലാഹുവിന്റെ റസൂൽ യുദ്ധത്തിലുണ്ടോന്ന്. ഇല്ലെങ്കിൽ എല്ലാരും കൂടി അങ്ങോട്ട് എരച്ചു കയറൂലേ. അപ്പൊ ടെന്റിൽ കാവല് നിൽക്കണമെങ്കിൽ ഒരാൾക്ക് നിൽക്കാൻ പറ്റുള്ളൂ, അയാൾ മരിക്കുന്ന ഉറപ്പാണോ. അങ്ങനത്തെവർക്കല്ലാതെ ടെന്റിന് എന്തെക്കാൻ പറ്റൂല. അല്ല അങ്ങനെയല്ലേ, ടെന്റിന് കാവൽ നിന്ന ആള് മരിക്കുന്ന ഉറപ്പല്ലേ. അങ്ങനെ ഇവരിങ്ങോട്ട് എരച്ചു കയറുമ്പോ തടുക്കാനുള്ളത് ആദ്യം ഇയാളെ കൊല്ലൂലേ, എന്നിട്ടല്ലേ ഉള്ളിൽ കയറുക. അതിൽ ടെന്റ് കെട്ടിക്കെട്ടപ്പോ എല്ലാരും കൂടി കെട്ടിക്കൊടുത്തതിന് ശേഷം ചർച്ച ചെയ്യും, തട്ടിപ്പോകുന്ന ഉറപ്പാണ്. മരിക്കാൻ ഉറപ്പിച്ചവരെ അവിടെ നിൽക്കാൻ പറ്റുള്ളൂ. ആരാ കാവലിക്ക? ചർച്ച. അതിൽ പുതിയ കല്യാണം കഴിച്ചവരും കല്യാണം കഴിക്കാനുള്ളവരൊക്കെ ഉണ്ട്. എല്ലാവർക്കും സംഗതി എങ്ങനെയാലും ഒന്ന് തിരിച്ചു പോകണമെന്നൊരു കൊതിയുള്ള ആൾക്കാർ കുറെ ഉണ്ടാവുമല്ലോ. അപ്പൊ അവര് അങ്ങനെ ഞാൻ അങ്ങനൊക്കെ ലൂസായി പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ കൂട്ടം കൂടിയിട്ട് ചെറിയ ചെറിയ സംസാരം നടക്കുമ്പോ ശ്രദ്ധിക്കേണ്ടി വന്നു. എന്താ പ്രശ്നം എന്ന് വെച്ചു. എന്താ പ്രശ്നം? അല്ല, റസൂലുള്ളാന്റെ ടെന്റിന് കാവലിക്കണ്ടേ, അയാൾ മരിക്കുന്ന ഉറപ്പല്ലോ. അതിപ്പോ ആരാ കാവലിക്കുന്ന? നിങ്ങൾ പോയി ഞാൻ നിൽക്കോ, ഞാൻ തീരുമാനിച്ചിട്ട് വന്നിരുന്നത്. ഒറ്റ കുട്ടി അവിടെ വേണ്ട, ആ ഏരിയ മൊത്തം ഞാൻ നോക്കുന്നു. യാ അല്ലാഹ്, ഇതിനു മുമ്പിൽ എന്താ നമുക്ക് വെച്ചു കൊടുക്കാനുള്ളത്? ഒരൊറ്റ കുട്ടി ആ ഏരിയയിൽ വേണ്ട, അത് മൊത്തം ഞാൻ ഏറ്റു. അവിടെ ഞാൻ കാവലിക്കും. അതിൽ നിങ്ങൾക്ക് വിട്ടുതരൂല. അത് ഞാൻ എന്റെ സ്ഥലമാണത്. നിങ്ങൾ അവിടെ നോക്കി, ഇവിടെ ഞാൻ നോക്കും. നിങ്ങൾ കേൾക്കണോ? ബദറില് എല്ലായിടത്തും മലക്കുകൾ ഇറങ്ങിയിട്ടുണ്ട്. റസൂലുള്ളാന്റെ ടെന്റിന്റെ അവിടെ ഒരൊറ്റ മലക്കില്ല. വേണ്ടത് അവിടെ അല്ലേ? 5000 മലക്ക് ഇവിടെ ഇറങ്ങിയൊരു 3 അവിടെ നിന്നൂടെ? ഒരൊറ്റ മലക്ക് കണ്ടു പറ്റില്ല. കാരണം മലക്കുകൾ ഇങ്ങനെ പറയാ, നമ്മളൊന്നാണ്ട് പോണ്ട. എന്താണ് ആ സിദ്ദീഖിന്റെ നൃത്തം കണ്ടില്ല നിങ്ങൾ? അമാ തറൗന സിദ്ദീഖ വാഖിഫൻ ഇൻദ ബാബിൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബിന്റെ ആ ടെന്റിന്റെ വാതിന്റെ അവിടെ അയാൾ നൃത്തം ഇങ്ങനെ കണ്ട്, എന്തൊരു മുതലല്ലേ അത്. നമ്മളൊന്നും ആ ഏരിയക്ക് പോണ്ടെന്ന് മലക്കളെ കൊണ്ട് പറയിപ്പിച്ച ആളാണ് അബൂബക്കർ സിദ്ദീഖ്. സിദ്ദീഖ് നേരം അവിടെ ഉള്ളത്. പക്ഷെ അലിയാർക്ക് ബേജാറുണ്ട്. അലിയാർ എന്തെയുണ്ട്, ഇടക്കിടക്ക് പോയിട്ട് ടെന്റിനുള്ളിലേക്ക് നോക്കുന്നുണ്ട്. അപ്പോഴും അല്ലാഹുവിന്റെ റസൂൽ കരഞ്ഞിട്ട് ദ്വാരക്കാണ്, യാ ഹയ്യു യാ ഖയ്യൂം യാ ഹയ്യു യാ ഖയ്യൂം അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അതുകൊണ്ടാണ് ഞാൻ പറയണത്, ബദറിന്റെ വിജയം ആയുധത്തിന്റെ വിജയമല്ല, ബദറിന്റെ വിജയം ആളുകളുടെ വിജയമല്ല, ബദറിന്റെ വിജയം ജനാധിപത്യമല്ല, പണാധിപത്യമല്ല. ബദറിന്റെ വിജയം മുത്ത് മുസ്തഫാന്റെ പ്രാർത്ഥന എന്ന ആയുധത്തിന്റെ വിജയമാണ്. ആ പ്രാർത്ഥനയിൽ ഹബീബ നബി കൂട്ടുപിടിച്ചത് ഈ 2 ഇസ്മാണ്. ഏത്? ഹയ്യും ഖയ്യൂം. അതുകൊണ്ടായി ജീവിതത്തിൽ അധികരിപ്പിക്കണം, പ്രത്യേകിച്ച് അപകടമുള്ള സമയത്തൊക്കെ. ഒന്നും സംഭവിക്കില്ല. അബൂബക്കർ സിദ്ദീഖ് റസൂലുള്ളാഹിന്റെ കരച്ചിലാ ടെന്റ് കിടന്നിട്ട് ഇങ്ങനെ കാണല്ലേ. കാരണം അവരല്ലേ അടുത്തുള്ളൂ. നിങ്ങൾ നോക്കൂ, ഒരു നേതാവിന്റെ ഒരു അവസ്ഥകൾ നോക്കണേ. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ നോക്കി തന്റെ അനുയായികളെ. ചെരുപ്പില്ല, കീറത്തുണി, ഡ്രസ്, ഷർട്ടില്ല, ആയുധമില്ല. ഇതാണ് ഈ ഭാഗത്ത് കണ്ടത്. അങ്ങോട്ട് നോക്കി പള്ള വീർപ്പിച്ച് കൂത്താടി കള്ളു പിടിച്ച് ആയുധങ്ങള് മിന്നുന്ന സൈസ് വെള്ളി കൊണ്ട് ഇരുമ്പ് കൊണ്ടൊക്കെ ഉണ്ടാക്കി നല്ല നല്ല മൂർച്ചയുള്ള കൂർത്ത ഘടുക്കങ്ങൾ ആയുധങ്ങളൊക്കെ പിടിച്ച് എന്തിനും തയ്യാറായി ഈറ്റക്കടുവകളെ പോലെ നിൽക്കുന്ന ഒരു വലിയ സൈന്യം. ഇതിന്റെ ഇടയിലാണല്ലോ മുഹമ്മദ് റസൂലുള്ളാഹി. ഹബീബിന്റെ തലയിലൊരു തട്ടുണ്ടായിരുന്നു. അതിങ്ങോട്ട് മറച്ചു പിടിച്ചിട്ട് കണ്ണ് മേപ്പെട്ടാണ്ട് പൊന്തിച്ച്, യാ ഹയ്യു യാ ഖയ്യൂം അൻജിസ് മാ വഅദ്തനീ അൻജിസ്നീ മാ വഅദ്തനീ. അല്ലാഹുവിന്റെ റസൂൽ ദുആയിൽ മാത്രം ശ്രദ്ധിച്ചത് കൊണ്ട് റസൂലുള്ളാഹിന്റെ തലങ്ങോട്ട് താഴ്ന്നുകൊണ്ട് ഊരങ്ങോട്ട് കൂന്നുകൊണ്ട് ആ ദുആയിൽ ആണ്ടുപോയ കാരണത്താൽ തലയിലിട്ട മുണ്ടങ്ങ് കൊഴിഞ്ഞു വീഴുന്നു. കണ്ടുനിന്ന അബൂബക്കറിന് സിദ്ദീഖിന് സഹിക്കാൻ കഴിഞ്ഞില്ല. സിദ്ദീഖ് എന്നവർ പറഞ്ഞു, മതി നബിയേ, സങ്കടപ്പെടേണ്ട നബിയേ, കരയണ്ട നബിയേ, മുണ്ട് താഴെ വീണിരിക്കുന്നു നബിയേ, അങ്ങ് ദുആ നിർത്തണം നബിയേ, റബ്ബ് അങ്ങയെ കൈയൊഴിക്കൂല നബിയേ, റബ്ബിന്റെ സഹായമുണ്ട് നബിയേ എന്ന് കരഞ്ഞുകൊണ്ട് പിന്നിൽ നിന്ന് പറയുന്നു അബൂബക്കറിന് സിദ്ദീഖ്. രംഗൊന്നും മനസ്സിലില്ല.
ഇവരെ ഓർക്കണ്ടേ, ഇവരെ പറയണ്ടേ? യൗമുൽ ഫുർഖാന്നല്ലേ ഖുർആൻ പറഞ്ഞ്? രണ്ട് സംഗതിക്ക് ഫുർഖാന്ന് ഖുർആൻ പറയുള്ളൂ. ഒന്ന് ഖുർആനെ കുറിച്ചാണ്, ഒന്ന് യൗമു ബദറിനെ കുറിച്ചാണ് ഫുർഖാന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മൾ 2-3 ദിവസം തറാവിന്റെ ശേഷം ഇതന്നെ 1-2 ദിവസം വിശാലമായി പറഞ്ഞത്. ഇന്നും തറാവിന്റെ ശേഷം ബാക്കി പറയും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇന്ന് എനിക്ക് ബദർ പറയാൻ കിട്ടിയത് എന്റെ വാണിന്റെ ഒരു നാട്ടിൽ തന്നെയാണ്. ബാക്കി ഞാൻ അവിടെയും പറയും. അപ്പൊ ഞാൻ ഇതൊക്കെ പറയുന്നത് എന്തിനാ വെച്ചാൽ, ഇതൊന്നും പറയാതെ ഇത് എന്താ എന്റെ തെളിവ്? എന്താ എന്റെ തെളിവ്? പുത്തൻതെരു പള്ളി, നടക്കാവ് പള്ളി, ലോകത്തുള്ള സ്ഥാപനങ്ങൾ, സംഘടനകൾ, നന്മകൾ എല്ലാത്തിനും കാരണം ആ ബദരീങ്ങളാണ്. എന്താ എന്റെ തെളിവ്? കേട്ടോളൂ. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞൊരു വാക്കുണ്ട്. പടച്ചോനെ, ഈ പെട്ടിനിപ്പാവങ്ങളായ പേക്കോലങ്ങളെ പോലെയുള്ള പള്ള ചപ്പിയ കണ്ണ് ഉള്ളിലേക്ക് വലിഞ്ഞ തുണിയും കുപ്പായവും കൃത്യമായി ഉടുക്കാനില്ലാത്ത, എന്നാൽ ഉണ്ണാനില്ലാത്ത, തിണ്ണ കിടക്കാനില്ലാത്ത ഈ പാവങ്ങൾ നോക്കിയിട്ട് നേതാവായ മുസ്തഫ നബി കരഞ്ഞുകൊണ്ട് പടച്ചവനോട് പറഞ്ഞൊരു സംഗതിയുണ്ട്. റബ്ബേ ഇൻ തുഹ്ലിക്, അല്ലെങ്കിൽ അല്ലാഹുവേ ഇൻ തുഹ്ലിക് ഹൗലായിൽ ഉസാബ, അല്ലെങ്കിൽ ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഇസാബ ഫലാ തുഅബദു ഫിൽ അർളി അബദാ. ഈ 313 പട്ടിണി പാവങ്ങളെങ്ങാനും നശിപ്പിക്കപ്പെട്ടാൽ, അല്ലെങ്കിൽ നീ അവരെ നശിപ്പിച്ചാൽ, ഈ ഭൂമിയിൽ ഒരു ഇബാദത്ത് പിന്നെ നടക്കൂല റബ്ബേ. ഇതാണ് ഞാൻ മദ്രസ, സംഘടന, പ്രസ്ഥാനങ്ങള്, നന്മകള്, നിസ്കാരങ്ങള്, റുകൂകള്, തറാവീഹുകള്, ഖത്തം തീർക്കല്, ദിക്റ്, ഫിക്റ്, ദുആ, തിലാവത്ത്, സദഖ, ഹജ്ജ്, ഉംറ, എന്തൊക്കെ ഇബാദത്തുണ്ടോ അത് മുഴുവനും അതിൽ പെട്ടതാണ്. മുസ്തഫ നബിയുടെ വാക്കാണ്. ഇമാം ബുഖാരി അടക്കം റിപ്പോർട്ട് ചെയ്തതാണ്. ഈ 313 നീ എങ്ങാനും പരാജയപ്പെടുത്തി നശിപ്പിച്ചാൽ ഈ ഭൂമിയിൽ ഒരു ഇബാദത്ത് നടക്കൂല്ല റബ്ബേ, പിന്നെ നീ ആരാധിക്കപ്പെടുകയില്ല റബ്ബേ. അതുകൊണ്ട് ഈ പട്ടിണി പാവങ്ങളെ നീ വിജയിപ്പിക്കണേ അല്ലാഹ്. ഇവർക്ക് തുണിയില്ല, തുണി നീ കൊടുക്കണേ റബ്ബേ. ഇവർക്ക് ചെരുപ്പില്ല, ചെരുപ്പ് നീ കൊടുക്കണേ റബ്ബേ. ഇവർക്ക് ഭക്ഷണമില്ല, ഭക്ഷണം നീ കൊടുക്കണേ റബ്ബേ. ഇന്ന് നേതാവ് ടെന്റിൽ കിടന്ന് പൊട്ടി പൊട്ടി കരഞ്ഞ് ആകാശത്തേക്ക് കണ്ണും കയ്യുമുയർത്തി കരഞ്ഞുകൊണ്ട് തളർന്ന് ദുആ നടത്തുന്നു. നബിയുനാ റസൂലുള്ളാഹി. ആ ദുആയുടെ പരിണത ഫലമാണ് 313 1000-ലേറെ ആളുകളും ഏറ്റുമുട്ടിയിട്ട് വിജയഭേരി മുഴക്കിയതെങ്കിൽ ഞാൻ അവസാനം ഒന്നുകൂടെ പറയുന്നു, ബദർ പ്രാർത്ഥന ആയുധത്തിന്റെ വിജയമാണ്. ഇനി ഒരു ഹദീസ് കേട്ടോളൂ. അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ, പ്രാർത്ഥന വിശ്വാസിയുടെ മൂർച്ചയുള്ള വാളാണ്, ആയുധമാണ്. സൈഫുൽ മുഅ്മിൻ വേറെയുണ്ട്. പ്രാർത്ഥന വിശ്വാസിയുടെ ആയുധമാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. നന്നായി ദ്വാരക്ക, നന്നായി ദ്വാരക്ക. അള്ളാഹു നമ്മളെ ദ്വായുടെ ആളുകളിൽ പെടുത്തട്ടെ, ദ്വായുടെ ആളുകളിൽ പെടുത്തട്ടെ. കൂട്ടത്തിൽ ഇന്ന് ഇൻഷാ അല്ലാഹ്, ഇന്ന് ബദരീങ്ങൾ ആണ്ടാണല്ലോ, അവരുടെ സ്മരണ പറഞ്ഞ് പിരിഞ്ഞു പോണ ആളുകൾക്ക് നമ്മൾ മനസ്സിൽ സ്നേഹമുള്ള ആളുകളുടെ മേലിൽ എന്തെങ്കിലും അർത്ഥം കൊടുക്കുക എന്നുള്ള റസൂലുള്ളാഹിന്റെ സുന്നത്താണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നോട് അടുത്തൊരു ചെറുപ്പക്കാരോ കുറച്ച് വിവരമുള്ള ആളെ വിളിച്ചു. അങ്ങനെ ഉണ്ടാകുന്നുണ്ട്. ഖദീജ ബീവിയുടെ പേരിൽ മുസ്തഫ നബി ഇടക്കിടക്ക് ആടർത്തിട്ട് ഖദീജ ബീവിയുടെ സ്നേഹമുള്ള മുഴുവൻ ആളുകൾക്കും കൊടുത്തയച്ചിരുന്നു എന്നത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അപ്പൊ അത് ഭാര്യയല്ലേ എന്ന് പറഞ്ഞാൽ, ഭാര്യനേക്കാളും സ്നേഹിക്കേണ്ട മുത്തുനബിയല്ലേ? അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം എന്നുള്ള ഖുർആനല്ലേ? ലാ യുമിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദി വലദി വനസ്സി അജ്മഈൻ എന്നുള്ള ഹദീസല്ലേ? അതിനൊരു സംഗതി ഉരുത്തിരിയുന്നുണ്ടല്ലോ. നമുക്ക് സ്നേഹമുള്ള ആളുകളുടെ മേൽ അവരുടെ വഫാത്തിന് ശേഷം മാംസം അറുത്ത് വിതരണം ചെയ്യാം എന്നതിന് ഇതിൽ ധാരാളല്ലേ. പിന്നെ റസൂല് സാമ്പിളല്ലേ കാണിക്കുള്ളൂ. നമ്മൾ ചെയ്യുന്ന അതേപോലത്തെ റസൂല് കാണിക്കണം എന്ന് പറഞ്ഞാൽ, ഇന്ന് റസൂല് കാണിച്ച എന്താ നമ്മൾ ചെയ്യണത്? അള്ളാഹുവിന്റെ റസൂൽ സംഘടന ഉണ്ടായിക്കണോ? എന്നാ എന്തുണ്ടായിക്കൂടെ? അള്ളാഹുവിന്റെ റസൂല് ചെയ്തേ മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ എന്ന് സഹാബാക്കൾ തീരുമാനിച്ച മുസാഫ് ഉണ്ടാവുക? റസൂല് മുസാഫ് ഉണ്ടാക്കിയിട്ടില്ല, ഉണ്ടാക്കാൻ പറഞ്ഞിട്ടില്ല. പിന്നെ അള്ളാന്റെ ഖുർആനിൽ ആയത്തുണ്ട്, ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. അത് ശരിയാവണമെങ്കിൽ അപ്പൊ ഒരു മുസാഫ് ഉണ്ടാക്കേണ്ടിയിരുന്നു. ഇന്ന് ബദരീങ്ങൾ വിചിത്രമാക്കപ്പെടുകയാണ്, യുക്തിവാദികൾ കടന്നാക്രമിക്കുകയാണ്. അപ്പൊ അത് പറയണം, അതിന് എന്തോ പേരിട്ടോളി, എന്തോ പേരിടാ. അപ്പൊ നമ്മളെ മനസ്സിൽ സ്നേഹമുള്ള ആളുകളുടെ മേലിൽ മാംസം വിതരണം ചെയ്യും. അത് ഇവിടെ നടക്കും ഇൻഷാ അല്ലാഹ്. അപ്പൊ അതിലേക്ക് നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആരാ ഇതുവരെ കമ്മിറ്റിക്കാർ ഉണ്ട്
ഇന്നലെ ഇനിയൊരു 5,000-6,000 ആവശ്യമുള്ളൂ. ബാക്കി നമ്മളൊക്കെ കൂടെ തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്, അവരും കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ പോകണം, ഞാൻ ഇവിടെ പിരിക്കണമൊന്നുമില്ല, തരുന്നതായിട്ട് കൈ നീട്ടണമൊന്നുമില്ല. അത് അത്യാവശ്യ ഘട്ടത്തിൽ മാത്രമേ ഞാൻ ചെയ്യലുള്ളൂ. ഇപ്പൊ നോമ്പ് എന്നിട്ട് അങ്ങനെ ഞാൻ ചെയ്തു കാണാം. ഒരു പ്രാവശ്യം ചെയ്ത് കൊണ്ട് തോന്നുന്നു അല്ലേ? ഇല്ല, തീരല്ലേ? ഉണ്ടായിക്കണം ഇവിടെ കൈ ഇല്ല. ഒന്നൊക്കെ നിങ്ങൾ കൊളർത്തോളി എപ്പോഴെങ്കിലും കൊന്നിട്ടോ. എന്റെ കാര്യത്തിനല്ല, എന്റെ കാര്യത്തിന് ഇക്കാലത്തിനിടയ്ക്ക് ഞാൻ അങ്ങനെ കൈയിട്ടിട്ടില്ല. നാളെ നീട്ടുന്നതിനെ തൊട്ട് അള്ളാഹു തആല രക്ഷപ്പെടുത്തട്ടെ. എത്ര കഷ്ടപ്പെട്ടാലും നല്ല കുപ്പായം തോന്നിയിട്ട് ചിരിച്ചെടുക്കാൻ എന്റെ ഒപ്പം പഠിപ്പിച്ചിട്ടുള്ളൂ. എത്ര കഷ്ടപ്പെട്ടാലും അധികം വാങ്ങിയിട്ടില്ല എന്നൊന്നും ഞാൻ പറയില്ല. അതൊക്കെ റസൂലും വാങ്ങിയിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. എരന്നിട്ടില്ല, മുണ്ട് വിരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അഭിമാനം പറയല്ല. നാളെ അത് വിരിക്കുന്നതിനെ തൊട്ട് അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. കഷ്ടപ്പാട് കൂടിയ തുണി കുപ്പായം പുതിയതാക്കണ ആളല്ല, ഒന്നും കൂടി സാധനം. കഷ്ടപ്പാട് കൂടിയാൽ ഞാൻ എന്നോട് പറയും ഇന്ന് ഏറ്റവും മുന്തിയ തുണി കുപ്പായം തരണം. കാരണം ആൾക്കാർക്ക് അറിയരുത്, നമ്മളെ ബുദ്ധിമുട്ട് ആൾക്കാരെ അറിയണ്ട. അങ്ങനെയല്ലേ അടക്കണ്ടേ? അങ്ങനെ അടക്കണ്ട. അള്ളഹാനോട് പറയാം. അപ്പൊ അള്ളാഹു തആല വഴികളൊക്കെ തുറന്നു തരും ഇൻഷാ അല്ലാഹ്. അപ്പൊ നിങ്ങളെല്ലാരും ബാക്കി പൈസ കുറെ ഇങ്ങനെ തൊട്ട് പോയാൽ തന്നെ സംഗതിയായി. അത് നിങ്ങളെല്ലാവരും കൂടി ഒന്ന് പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇൻഷാ അല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒക്കെ വിജയിപ്പിച്ചേട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഹയ്യും ഖയ്യൂമിന്റെ അർത്ഥം ഞാൻ നാളെ പറഞ്ഞുതരാം. ഇന്ന് അത് വിശദീകരിച്ചപ്പോ ഈ ഒരു 2 ഇസ്മിന്റെ നിലവാരം, മാർക്കറ്റും വെയിറ്റും അതിന്റെ കനവും ഒന്ന് അറിയിച്ചെന്നാണ്. അസറിന് ശേഷം പതിവായി നടക്കുന്ന മൗലൂദുണ്ട്. നമ്മള് 1-2 പരിപാടി എനിക്കുണ്ട്. വാണിയന്നൂരുണ്ട്. കഴിഞ്ഞിട്ട് ഇവിടെ അടുത്ത് തന്നെ ആയി കഴിഞ്ഞ് ഞാൻ എത്തും ഇൻഷാ അല്ലാഹ്. അതിലൊക്കെ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും പങ്കെടുക്കുക. അതൊക്കെ വലിയ നിഅമത്തുൻ അമലുകൾ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. ഈ ഭക്ഷണ വിതരണം എപ്പോഴാ? മാരിബോട് കൂടിയിട്ട് ഇശ കഴിഞ്ഞിട്ടോ? മാരിവിസ്കാരം കഴിഞ്ഞിട്ട്. അപ്പൊ ഇവിടെ പങ്കെടുത്ത ആളുകൾക്ക് മാരിവിസ്കാരം കഴിഞ്ഞാൽ ഭക്ഷണ വിതരണം ഉണ്ടാവും. അതിലേക്കാണ് ഇപ്പൊ ഇത് ചോദിച്ചത് ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. പടച്ചോനെ ഞങ്ങളെ നീ കബൂലാക്കണേ അല്ലാഹ്. അള്ളാഹുവെ, ബദരീങ്ങൾ ചെയ്തതിന്റെ എത്തി നോക്കാനുള്ള അർഹത പോലും ഞങ്ങൾക്കില്ല. ഞങ്ങളിങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കി അതിന് പ്രസംഗം ഓമന പേരിട്ട് അത് ദഅവത്തായി കണക്കൂട്ടി നിന്റെ സ്വർഗം കാത്തിരിക്കുക. ഞങ്ങൾക്ക് അവിടെ എത്താനും കഴിയില്ല. പക്ഷേ അവരെ ഈയല്ലേ വലിയവരാക്കിയത്. അതുകൊണ്ട് കാലഘട്ടത്തിന്റെ ബദരീങ്ങളുടെ പണിയെടുക്കുന്ന ആൾക്കാരായിട്ട് ഞങ്ങളെയും ചേർക്കണേ അല്ലാഹ്. ദഅവത്തിനുള്ള തൗഫീഖ് തുറന്നു തരണേ അല്ലാഹ്. അവരുടെയൊക്കെ മഹത്വം പറയാനുള്ള തൊള്ളിയും ശേഷിയും ആശയും ഭാഷയും മനസ്സും ശക്തിയും ഒക്കെ നീ വകവെച്ച് തരണേ അല്ലാഹ്. അള്ളാഹുവെ, ഞങ്ങളിതൊക്കെ പറഞ്ഞ കാരണത്താൽ ഞങ്ങൾ 2 ലോകത്തും കുഴക്കല്ലേ അല്ലാഹ്. അള്ളാഹു തെറ്റുകളൊക്കെ പൊറുക്കണേ അല്ലാഹ്. സയ്യാത്ത് ഹസനാത്താക്കി തരണേ അല്ലാഹ്. ഇവിടെ ഒരുപാട് കച്ചവടക്കാരുണ്ട് അള്ളാഹുവെ. അവര് എല്ലാത്തിനും തിരക്കുള്ള സമയത്തും മജ്ലിസിന് സമയം തരുന്ന ആളുകളാണ്. അവരൊന്നും നീ ഹായിബാക്കല്ലേ അല്ലാഹ്. എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രയാസങ്ങൾ വരുമ്പോഴേക്ക് അവരും വരെയൊക്കെ കെണിയപ്പെട്ടിട്ട് പള്ളിയിൽ നിന്ന് ഇങ്ങനെ വലിയ ആളുകളുണ്ട്. അവരുടെ ഈമാൻ ശരിയാക്കി കൊടുക്കണേ അല്ലാഹ്. അള്ളാഹു ദുന്യാവ് എന്താണ് എന്നൊരു തിരിച്ചറിവ് അവർക്കൊക്കെ കൊടുക്കണേ അല്ലാഹ്. ദുന്യാവ് തന്നെ ഒരു ദിക്റല്ല, അപ്പൊ തന്നെ ശാപ്പാട് കിട്ടുക, പിന്നെ ഒരു ദിക്റല്ല, അപ്പൊ തന്നെ പൈസ കിട്ടുക. ഇതല്ലല്ലോ ദീന്, ഇതല്ലല്ലോ ഖുർആൻ. ആ ഒരു യഥാർത്ഥ ഇൽമ അങ്ങനത്തെ ആളുകൾക്കൊക്കെ നീ കൊടുക്കണേ അല്ലാഹ്. അള്ളാഹുവെ, ഏത് പരീക്ഷണത്തിലും തളരാത്ത മനസ്സേറിനെ അല്ലാഹ്. ആരാനോട് യാചിക്കുന്ന ഗതികേട് നൽകല്ല അല്ലാഹ്. ഞങ്ങളെ ദുന്യാവ് ഹലാലായി തുറന്നേറിനെ അല്ലാഹ്. ഞങ്ങൾക്ക് സ്വന്തം കാലിൽ ജീവിക്കണം, ആരോടും ചോദിക്കാതെ. ഞങ്ങളെ ചുറ്റിപ്പറ്റിയുള്ളവർക്കൊക്കെ സഹായം കൊടുക്കണം. അതിനുള്ള നിന്റെ ഔദാര്യങ്ങൾ തുറന്നേറിനെ അല്ലാഹ്. കടക്കാരനായി മരിപ്പിക്കരുതേ അല്ലാഹ്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാഹ്. ഞങ്ങൾ നോക്കി വളർത്തിയ പലരും മാതാപിതാക്കളടക്കം കവറിലാണ്. അവർക്കൊക്കെ നീ മഗ്ഫിറത്തും റഹ്മത്തും ചെയ്യണേ അല്ലാഹ്. അള്ളാഹുവെ, ബദരീങ്ങളുടെ ബർക്കത്തുകൊണ്ട് ഞങ്ങളെ നീ ഹായിബാക്കല്ലേ അല്ലാഹ്. അല്ലാഹുമ്മ അൻസുർ ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് വറഹം ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് تجاوز عن أمة سيدنا محمد. اجعلنا من خيار أمته ومن محبيه. واغفر لنا ولمن دفنوا حوالينا ولجميع المؤمنين والمؤمنات. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير الخلق سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. أشهد أن لا إله إلا الله وأستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله وأستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله وأستغفر الله أسألك الجنة وأعوذ بك من النار. اللهم اغفر لي ذنوبي يا رب العالمين. اللهم اغفر لي ذنوبي يا رب العالمين.
اللهم اغفر لي ذنوبي يا رب العالمين. السلام عليكم.